സോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മുടെ ഷാങ്സ് എങ്ങനെയായിരിക്കും നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതിനെക്കുറിച്ച് ഇപ്പോൾ രണ്ട് തിയറീസാണ് നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ രണ്ട് തിയറി ഏതാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ഇതിൽ ഒന്നാമത്തെ തിയറി നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ 1v1 ഫൈറ്റ് അല്ലായിരുന്നു ചെയ്തത്. മറ്റുള്ള ജയൻസിനെയും അതുപോലെ തന്നെ നമ്മുടെ റെഡ് പാരറ്റ്സ് മെമ്പേഴ്സും എല്ലാവരും നമ്മുടെ ഷാങ്സിനെ സഹായിച്ചിട്ടുണ്ടെന്നാണ് ഈ തിയറി പറഞ്ഞിട്ടുള്ളത്. ഈ തിയറി സത്യമാവാനും ഇല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു തിയറി എന്ന് വെച്ചാൽ ഈ തിയറി സത്യമാവാനാണ് കുറച്ചും കൂടെ ചാൻസ് ഉള്ളത്. നമ്മളെ ലോക്കി വിചാരിക്കാത്തൊരു സമയത്ത് ലോക്കി തൻ്റെ ഡ്രാഗൺ ഫോമിലേക്ക് ട്രാൻസ്ഫോം ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീ പ്രിസൺ സ്റ്റോൺ വെച്ച് ലോക്കീനെ ആദ്യം വീക്കാക്കും. എന്നിട്ട് നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കീനെ ഡിഫീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു തിയറി എന്ന് വെച്ചാൽ നമ്മുടെ ഷാങ്സ് നമ്മളെ ഗ്രീൻ ബുള്ളിനെ തൻ്റെ ഹാക്കി ഉപയോഗിച്ച് എങ്ങനെയായിരുന്നോ തൻ്റെ ഡെവിൾ ഫ്രൂട്ട് ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതാക്കിയത് അതേപോലെ തന്നെ നമ്മുടെ ഷാങ്സ് നമ്മളെ ലോക്കീൻ്റെ കാര്യത്തിലും ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആഗ്രഹം ഈ തിയറി സത്യമാവണമെന്നാണ്. പക്ഷേങ്കിൽ ഈ തിയറിയിലും ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഷാങ്സ് ഒറ്റക്കായിരിക്കില്ല വേണമെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവുക. മറ്റുള്ള പവർഫുൾ ഹാക്കി യൂസേഴ്സും നമ്മുടെ ഷാങ്സിനെ സഹായിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ ഗബാൻ അതുപോലെ തന്നെ ഷാങ്സ് ബെൻബെക്മേ ഇതുപോലെയുള്ള ആൾക്കാരും നമ്മുടെ ഷാങ്സിനെ സഹായിച്ചിട്ടുണ്ടാവും. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മുടെ ലോക്കി നമ്മുടെ ഷാങ്സിനെ കൊണ്ട് ഒരു കവേർഡാണെന്ന് പറയാൻ കാരണം ഷാങ്സ് നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തത് ഒരു പ്രോപ്പർ 1v1 ഫൈറ്റിലല്ല. ഇതിലുള്ള ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ലോക്കി നമ്മുടെ ഷാങ്സ് ഒരു കവേർഡാണെന്ന് പറയാൻ കാരണം. പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ വൺ പീസ് കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഷാങ്സ് നമ്മുടെ ലോക്കിനെ ഒരു പ്രോപ്പർ ഫൈറ്റിലൂടെ തന്നെയാണ് ഡിഫീറ്റ് ചെയ്തത്, ഷാങ്സ് ആണ് സ്ട്രോങ് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോഴും ഒരു ഇമാജിനേഷൻ നമ്മുടെ ഷാങ്സ് ഭയങ്കര പവർഫുള്ളാണെന്നുള്ളൊരു ഇമാജിനേഷൻ വേൾഡിലാണ് ജീവിക്കുന്നത്. ഇതിന് മുമ്പ് ഇറങ്ങിയ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നമ്മൾ കണ്ടിരുന്നു സ്ട്രോങ്ങസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന്. അതിനർത്ഥം ഇപ്പം നമ്മുടെ വൺ പീസിലുള്ളതിൽ സ്ട്രോങ്ങസ്റ്റ് നമ്മുടെ ലോക്കി തന്നെയാണ്. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഓൺലി ടു ഇമോസാമ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര തർക്കിച്ചാലും അത് മാറാൻ പോകുന്നില്ല. നമ്മുടെ ഷാങ്സിനേക്കാളും എത്രയോ പവർഫുള്ളാണ് നമ്മുടെ ലോക്കി. നിങ്ങൾ ഇതുവരെയുള്ള ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ ഇത് എന്നിട്ടും മനസ്സിലാവാത്തവരാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു ചാപ്റ്റർ ഇറങ്ങുമല്ലോ, അപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗോഡ് ഓഫ് വാർ നമ്മുടെ നിഡോക്ക് ഫ്രൂട്ടിൻ്റെ പ്രീവിയസ് യൂസർ സൺ ഗോഡുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനർത്ഥം നമ്മളെ ലോക്കിയു ഏകദേശം ആ സെയിം ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ ടൈമിലുള്ള സൺ ഗോഡിൻ്റെ അത്ര പവറൊന്നും എന്തായാലും നമ്മുടെ ഷാങ്സിന് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷാങ്സ് നമ്മളെ ലോക്കിനേക്കാളും വീക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സോ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.